പ്രവാസലോകത്തെ വാർത്തകൾ. അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കി. നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിച്ചാൽ ജയിൽ ശിക്ഷ, നാടുകടത്തൽ, വിസ നിരോധനം എന്നിവ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇന്ത്യക്കാർക്ക് യുഎസ് എംബസി മുന്നറിയിപ്പ് നൽകി. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനോ വിസ ദുരുപയോഗം ചെയ്യുന്നതിനോ എതിരെ അമേരിക്ക ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തടങ്കലിലോ നാടുകടത്തലിലോ ഭാവിയിലെ വിസ യോഗ്യതയിൽ സ്ഥിരമായ വിലക്കുകളോ വരുത്തുമെന്ന് ഇന്ത്യയിലെ യുഎസ് എംബസി പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന്റെ നയചട്ടക്കൂടിന് കീഴിൽ ലോസ് ആഞ്ചലസിൽ അടുത്തിടെ നടത്തിയ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികളെ തുടർന്നാണ് ഈ നീക്കം. നേരത്തെ FMJ നോൺ ഇമിഗ്രന്റ് വിസകൾക്ക് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരസ്യമാക്കണമെന്ന് എംബസി നിർദ്ദേശിച്ചിരുന്നു. യുഎസ് ഇമിഗ്രേഷൻ നിയമപ്രകാരം അപേക്ഷകരുടെ ഐഡന്റിറ്റിയും യോഗ്യതയും പരിശോധിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ആവശ്യകതയെന്ന് അതിൽ പറയുന്നു. കൂടാതെ വിദ്യാർത്ഥി അല്ലെങ്കിൽ സന്ദർശക വിസ കൈവശം വെച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഭാവിയിൽ യുഎസ് വിസ ലഭിക്കുന്നതിന് അയോഗ്യത കൽപ്പിക്കുമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്ലാഷ് സെയിൽ പ്രഖ്യാപിച്ച് സലാം എയർ. ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് ചെലവ് കുറയും. നാട്ടിലേക്ക് പോകുന്ന പ്രവാസി മലയാളികൾക്ക് ഇത് സുവർണാവസരം. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ സലാം എയർ കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. ഇക്കോണമി ക്ലാസ് നിരക്കുകളിൽ 20% വരെയാണ് നിരക്കിളവ്. ജൂലൈ 2 വരെയാണ് ഈ ഓഫർ ലഭിക്കുക. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 15 വരെയാണ് യാത്രാ കാലാവധി. ഒമാൻ കോഴിക്കോട് യാത്രയ്ക്ക് 30 റിയാലും കൊച്ചിയിലേക്ക് 35 റിയാലും തിരുവനന്തപുരത്തേക്ക് 42 റിയാലുമാണ് ഓഫർ നിരക്കുകൾ തുടങ്ങുന്നത്. മുംബൈ, ചെന്നൈ, ഡൽഹി, ഗോവ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലേക്കും ഓഫറുകൾ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസി യാത്രക്കാരുടെ എക്സിറ്റ് പെർമിറ്റ് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തി കുവൈറ്റ് അധികൃതർ. യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപും എക്സിറ്റ് പെർമിറ്റിനായി അപേക്ഷിക്കാം. യാത്രയ്ക്ക് 7 ദിവസം മുമ്പ് മുതൽ യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നതുവരെയും എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. രേഖയുടെ പരിമിതമായ സാധുത കാലയളവ് കാരണമാണിത്. വ്യക്തികൾക്ക് ആവശ്യമനുസരിച്ച് വിവിധ സമയങ്ങളിൽ ഒന്നിലധികം തവണ അവധിക്ക് അപേക്ഷിക്കാൻ അനുവാദമുണ്ടെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പ്രവാസി അധ്യാപകർക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകുന്നതിലെ കാലതാമസം സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാഭ്യാസ ഗവർണറേറ്റുകളിലെ ഡയറക്ടർ ജനറൽമാർക്കും മതവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കുമായി ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂളിലെ പ്രവാസി ജീവനക്കാർക്ക് എക്സിറ്റ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് സർക്കുലറിൽ പറയുന്നത്. ജൂലൈ 1 മുതലാണ് കുവൈറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വരുന്നത്. എക്സിറ്റ് പെർമിറ്റ് ലഭിക്കാൻ സിവിൽ ID നമ്പർ ഉപയോഗിച്ച് സഹൽ ആപ്ലിക്കേഷൻ വഴിയോ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അപേക്ഷ നൽകണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ന്യൂസിലാൻഡ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് സന്തോഷ വാർത്ത. യോഗ്യരായ ബിരുദധാരികളെ അന്താരാഷ്ട്ര യോഗ്യതാ വിലയിരുത്തൽ നടത്താതെ തന്നെ പരിഗണിക്കും. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് അസസ്മെന്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട യോഗ്യതകളുടെ പട്ടിക ന്യൂസിലാൻഡ് വിപുലീകരിച്ചു. ഇന്ത്യയിൽ നിന്നും മറ്റ് 8 രാജ്യങ്ങളിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്കും ന്യൂസിലാൻഡിലെ കാര്യക്ഷമമായ ഇമിഗ്രേഷൻ പ്രക്രിയയുടെ പ്രയോജനം ലഭിക്കും. 2025 ജൂൺ 23 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ പട്ടിക ഒരു അന്താരാഷ്ട്ര യോഗ്യതാ വിലയിരുത്തൽ ആവശ്യമില്ലാതെ തന്നെ നിർദ്ദിഷ്ട വിദേശ യോഗ്യതകളെ അംഗീകരിക്കുന്നു. ഈ മാസം മുതൽ ഇന്ത്യ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യോഗ്യതയുള്ളവരെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തും. അതായത് സ്കിൽഡ് മൈഗ്രന്റ് വിഭാഗം, ഗ്രീൻ ലിസ്റ്റ്, അംഗീകൃത എംപ്ലോയർ വർക്ക് വിസ എന്നിവയുൾപ്പെടെ പ്രധാന വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിരുദധാരികൾക്ക് ഇനി ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് നടത്തേണ്ടതില്ല. കൂടുതൽ ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തർ വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് ഖത്തർ എയർവേസ്. യാത്രക്കാർക്ക് യാത്രാ തീയതി മാറ്റാമെന്നും റീഫണ്ട് ആവശ്യപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. സർവീസ് ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് ഖത്തർ എയർവേസ് അധികൃതർ അറിയിച്ചു. ഈ മാസം 26 വരെ സേവന തടസ്സത്തിന് സാധ്യതയുണ്ട്. ജൂൺ 30 വരെയുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്ക് സൗജന്യമായി ജൂലൈ 15 വരെ യാത്രാ തീയതിയിൽ മാറ്റം വരുത്താം. ഇക്കാലയളവിൽ യാത്ര മാറ്റിവെച്ചവർക്ക് ക്യാൻസലേഷൻ ഫീസ് നൽകാതെ തന്നെ റീഫണ്ട് ആവശ്യപ്പെടാം. യാത്രക്കാർ എയർലൈനിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.